ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഏത് രീതിയിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കലായി ഈ വിഷയത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? ക്യാബിനറ്റ് ചർച്ച ചെയ്തത് കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം സംബന്ധിച്ചാണ്. അതിന് ഏതൊക്കെ വഴികളിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയും അത് ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് കാട്ടുപന്നികളെ നാട്ടുപന്നികൾ വെടിവെച്ച് കൊല്ലാനുള്ള ഉപാധികൾക്ക് വിധേയമായി കൊല്ലാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിരിക്കുകയാണ്. സമാനമായ വിധത്തിൽ ഈ നടപടി മറ്റു മൃഗങ്ങളുടെ കാര്യത്തിലും നടപടി സ്വീകരിക്കാനുള്ള അനുവാദം കേരളത്തിന് നൽകണം എന്ന് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം അതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും നിയമ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട AG-യുമായും ബന്ധപ്പെട്ടവരുമായും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആവശ്യം ശക്തമായി കേന്ദ്രത്തിന് മുമ്പിൽ ഉന്നയിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ, ഇവിടെ കാട്ടുപന്നിയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം, തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം, അതിനെതിരെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് അടക്കമുള്ള കേസുകളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ സംബന്ധിച്ചോളം അവിടെ വന്യമൃഗങ്ങളായിട്ട് കടുവ, പുലി, ഈ ആന ഉൾപ്പെടെ കാട്ടുകൊമ്പന്മാർ, ഇതൊക്കെയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ജീവൽ പ്രശ്നമായി മാറുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് ഒരു ഭേദഗതി ഉൾപ്പെടെയുള്ള തേടിക്കൊണ്ടുള്ള ഒരു ശ്രമമാണോ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? രണ്ടു കാര്യങ്ങളും സമാന്തരമായത്. നമുക്ക് വേണ്ടത് പരിഹാരമാണ്. ആ പരിഹാരത്തിന് അമെൻമെന്റ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊരു പരിശോധന നടത്തുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇപ്പോൾ നമുക്ക് ഷെഡ്യൂളിൽ പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വന്യജീവിയാണ് നമ്മുടെ കാട്ടുപന്നി. അപ്പൊ ആ കാട്ടുപന്നിയെ, അക്രമകാരിയായ കാട്ടുപന്നികളെ വെടിവെക്കാൻ 11A പ്രകാരമുള്ള അനുവാദം നമുക്ക് കേരളത്തിനുണ്ട്. ആ അനുവാദം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ ഒരു ഉപവകുപ്പിൽ ചേർത്തുകൊണ്ട് നമുക്ക് ഇതിന് അനുവാദം നൽകാൻ കഴിയുമോ എന്നതാണ് ഇന്ന് ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശം. പക്ഷെ അതിന് നിയമപരമായ കരുത്ത് പിൻബലം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ആലോചിച്ച് പ്രപ്പോസൽ സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഇന്നത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപ്രസിദ്ധമായ തീരുമാനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മിനിസ്റ്റർ, അതായത് വിവിധ വകുപ്പുകളെ, നിയമവകുപ്പിനെ ഉൾപ്പെടുത്തണം, പിന്നീട് വന്യജീവി വകുപ്പിനെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഈ സംയോജിതമായിട്ടുള്ള വിവിധ വകുപ്പുകളുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആയിരിക്കുമോ പോവുക? തീർച്ചയായും അതിനുശേഷം വനംവകുപ്പിന്റെ ACS-യുമായിട്ട് ചർച്ച നടത്തിക്കഴിഞ്ഞു. ചർച്ചകൾ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ആവശ്യവുമായി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുകയും നമുക്ക് നിയമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആവശ്യമായി വന്നാൽ നിയമസഭ വിളിച്ചുകൂട്ടി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, നിയമനിർമ്മാണത്തിനായി ഒരു അസംബ്ലി തന്നെ കൂടാനുള്ള ഒരു ആലോചന ഇതിന് മാത്രമല്ല, പൊതുവെ നിയമനിർമ്മാണത്തിന് മാത്രമായി അസംബ്ലി വിളിച്ചു കൂട്ടേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അപ്പൊ ഇതിനെല്ലാം നമുക്കൊരു നിയമോപദേശം അടിയന്തരമായി ലഭിക്കേണ്ടതുണ്ട്.